സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ പ്രഭാവതി ആണെങ്കിൽ നോമിനേഷൻ കൊടുക്കാനായിട്ട് വീട്ടിൽ നിന്നും പുറപ്പെടുന്നുണ്ട്. ഈ സമയത്ത് രജനിയും ഗിരീഷിനും അതുപോലെ ഭാർഗവിയൊക്കെ നോമിനേഷൻ കൊടുക്കാൻ പ്രഭാവതി ചെല്ലുന്നതും കാത്തു നിൽക്കുകയാണ്. പക്ഷേ പ്രഭാവതി ആണെങ്കിൽ സമയമായിട്ടും നോമിനേഷൻ കൊടുക്കാൻ ചെല്ലണമില്ല. ആ സമയത്ത് പാർട്ടിയുടെ നേതാവ് വന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇന്ന് നോമിനേഷൻ കൊടുക്കാൻ പറ്റില്ല, നാളെ ആണെങ്കിൽ അവധിയാണ്, ഇനി മറ്റന്നാളെ നോമിനേഷൻ കൊടുക്കൽ നടക്കുകയുള്ളൂ. ഈ പ്രഭാവതി എന്താ ഇങ്ങനെ ചെയ്ത, എല്ലാവരും എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഗിരീശൻ പറയുന്നുണ്ട്, മേഡം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ആ സമയത്ത് ആ രാഘവേട്ടൻ എന്ന് പറയുന്ന നേതാവ് പറയുന്നുണ്ട്, ഇതിലെന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്, VDF-ൻ്റെ ആളുകളായിരിക്കും ഇതിന് പിന്നിൽ. പ്രഭാവതിയെ നോമിനേഷൻ കൊടുക്കാതെ എവിടെയെങ്കിലും തടഞ്ഞു വെച്ചിട്ടുണ്ടോ, അതോ ഇനിയിപ്പോൾ പ്രഭാവതിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്നൊന്നും അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രജനിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. രജനി വേഗം തന്നെ നന്ദനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നന്ദു അമ്മ നോമിനേഷൻ കൊടുക്കാൻ വന്നില്ല എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, ചേച്ചി പേടിക്കാതിരി, അമ്മ ഇപ്പം തന്നെ എത്തുമായിരിക്കും എന്ന് പറയുമ്പം ഇല്ല നന്ദു, അമ്മ എത്തുമെന്ന് തോന്നണില്ല, എന്തായാലും നോമിനേഷൻ കൊടുക്കണ്ട, ഇന്നത്തെ സമയം കഴിഞ്ഞു. രാഘവേട്ടൻ കുറേ സമയം ആ ഓഫീസറെ ഇവിടെ തടഞ്ഞു നിർത്തിയായിരുന്നു, എന്നിട്ടും അമ്മ വരാത്തതുകൊണ്ട് അവർ പോയി, ഇനിയിപ്പോൾ ഇന്ന് നോമിനേഷൻ കൊടുക്കൽ നടക്കില്ല എന്ന്. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, ചേച്ചി അമ്മയ്ക്ക് വിളിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചു, ഞാൻ മാത്രമല്ല ഗിരീഷും എല്ലാവരും വിളിച്ചു, പക്ഷേ അമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫാണ്, ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ല നന്ദു, ഇനിയിപ്പോൾ VDF-കാരെങ്കിലും അമ്മയെ തട്ടിക്കൊണ്ട് പോയോ എന്ന് ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, ഇനി VDF-കാരെ അമ്മയെ ഉപദ്രവിക്കാൻ ഇന്നിപ്പോൾ എല്ലാവരും ബലരാമൻ അങ്കിളിൻ്റെ ഓർമ്മ ദിവസമായിട്ട് ഇവിടെ തന്നെയുണ്ട്, പിന്നെ അങ്ങനെയൊന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല, എന്തായാലും ചിലപ്പോൾ അമ്മ സ്വയം പിന്മാറിയതായിരിക്കാം, അപ്പോൾ മറ്റുള്ളവരോട് മറുപടി പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വച്ചേക്കണേയായിരിക്കും എന്ന്. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല നന്ദ അമ്മ പിന്മാറുമെന്ന്, അമ്മ ഉറച്ച് തന്നെയാണ് നിന്നത്, അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ ദിവസം ദേവികയും അമ്മയും ഒരുമിച്ച് പിന്മാറുന്ന കാര്യം പറഞ്ഞപ്പം അമ്മ സമ്മതിക്കേണ്ടതല്ലായിരുന്നു, ഇതിലെന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് നന്ദു, നീ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയി അമ്മ എവിടെ ഉണ്ടോ എന്നൊന്ന് നോക്കുന്നു. ആ സമയത്ത് നന്ദുവിനും ആകെ ഒരു പേടിയാവുന്നുണ്ട്. വേഗം തന്നെ നന്ദു പറയുന്നുണ്ട്, ചേച്ചി സമാധാനമായിട്ടിരിക്കുക, ഞാനിത് അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ, അച്ഛൻ എന്താ പറയണേന്ന് നോക്കട്ടെ എന്ന്. അങ്ങനെ നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന സമയത്ത് നന്ദൻ പതിയെ ചെന്നിട്ട് സിദ്ധുവിനോട് പറയുന്നുണ്ട്, അച്ഛനൊന്ന് പുറത്തേക്ക് വന്നേ, ഒരു കാര്യമുണ്ടെന്ന്. ആ സമയം സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, എന്താ നന്ദ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അച്ഛനൊന്ന് വെളിയിലോട്ട് വാന്ന് പറയണം. അങ്ങനെ സിദ്ധാർത്ഥൻ നന്ദൻ്റെ ഒപ്പം വെളിയിലോട്ട് ഇറങ്ങി ചെന്ന് കഴിയുമ്പം നന്ദനോട് ചോദിക്കുന്നുണ്ട്, എന്താ നന്ദ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു ചെറിയ പ്രശ്നമുണ്ടോ അച്ഛാ, അമ്മ ഇന്ന് നോമിനേഷൻ കൊടുക്കാൻ ചെന്നിട്ടില്ല എന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അത് നല്ല കാര്യമല്ലേ പ്രഭ, നോമിനേഷൻ കൊടുക്കണതിൽ നിന്ന് പിന്മാറിയെങ്കിൽ അത് നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പം അതൊന്നും അല്ല അച്ഛാ, അമ്മയെ വിളിച്ചിട്ട് അമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫാണ്, എല്ലാവരും അവിടെ നോക്കി നിന്നിട്ട് അമ്മ ഇതുവരെയും എത്തിയിട്ടില്ല, ഇന്നിനിയിപ്പോൾ നോമിനേഷൻ കൊടുക്കാനുള്ള സമയവും കഴിഞ്ഞെന്നാണ് പറഞ്ഞ്, അമ്മയ്ക്ക് എന്തോ ആപത്ത് പറ്റുമെന്നാണ് രജനി ചേച്ചിക്ക് സംശയം. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, പ്രഭയ്ക്ക് എന്താ ആപത്ത് പറ്റാനല്ല, ഇനിയിപ്പോൾ VDF-ൻ്റെ ആരെങ്കിലും അമ്മയെ അപായപ്പെടുത്താനോ തട്ടിക്കൊണ്ടുപോകാനോ നോക്കിയൊന്നും അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ എന്തൊക്കെ മണ്ടത്തരം നന്നായി പറയണേ, ഇപ്പോൾ VDF-ൻ്റെ നേതാക്കൾ എല്ലാവരും ഇവിടെ തന്നെയുണ്ട്, പിന്നെ അവർ എന്ത് പ്ലാൻ ചെയ്യാനാണ്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, എന്തായാലും നമുക്കൊന്ന് വീട് വരെ പോയി അന്വേഷിച്ചാലോ അച്ഛാന്ന് ചോദിക്കുമ്പം ഇപ്പം ഞാൻ എങ്ങനെയാണ് നന്ദ പറഞ്ഞേ, നീ ഒരു പണി ചെയ്യുക, നീ വീട് വരെ ഒന്ന് പോയി നോക്കിയിട്ട് വാ, പ്രഭ അവിടെ ഉണ്ടെങ്കിൽ അറിയാലോ എന്ന്. അങ്ങനെ നന്ദനാണെങ്കിൽ വീട്ടിലോട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ ത്യാഗരാജനാണെങ്കിൽ നന്ദനും സിദ്ധാർത്ഥനും മാറി നിന്ന് സംസാരിക്കുന്നതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് വേഗം തന്നെ ഫോൺ എടുത്ത് ആരെയോ വിളിക്കുന്നുണ്ട്. അപ്പം മറുഭാഗത്ത് നിന്നും ഫോൺ എടുത്ത ആൾ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് സാറേ എന്ന്. ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട്, ഒരു കാരണവശാലും അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകരുത്, അതുമാത്രമല്ല ആർക്കും ഒരു സംശയം ഉണ്ടാവരുതെന്ന് പറയുമ്പം ഇല്ല സാറേ ഒരു സംശയമില്ല, അധികം ട്രാഫിക്കൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വെച്ചാൽ ഞങ്ങൾ അവരെ കിഡ്നാപ്പ് ചെയ്തത്, അതുകൊണ്ട് തന്നെ ആരും കണ്ടിട്ടൊന്നുമില്ല എന്ന്. ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട്, എല്ലാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ, ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് സമയത്തേക്ക് നിങ്ങളാരും എന്നെ വിളിക്കുകയൊന്നും വേണ്ട, ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിയുമ്പം ഞാൻ നേരിട്ടങ്ങോട്ട് വന്നോളാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിയാണ്. അരുന്ധതിയാണെങ്കിൽ ആകെ ഇങ്ങനെ വെപ്രാളെടുത്ത് നടക്കുന്നുണ്ട്. എന്നിട്ട് എന്തായാലും വേണ്ടില്ല, CPയെ വിളിച്ച് വിവരങ്ങൾ ചോദിക്കാമെന്നും പറഞ്ഞ് വേഗം തന്നെ ഫോൺ എടുത്ത് CPക്ക് വിളിക്കുന്നുണ്ട്. CP ഫോൺ എടുത്തതും എന്താ വേണമെന്ന് ചോദിക്കുമ്പോൾ എന്തായാലും അവിടുത്തെ കാര്യങ്ങളെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം CP പറയുന്നുണ്ട്, എന്ത് കാര്യമാണ് മേഡം ഉദ്ദേശിക്കണേന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി നോമിനേഷൻ കൊടുക്കാൻ വന്നിട്ട് നോമിനേഷൻ കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ അതിന് പ്രഭാവതി ഇന്ന് നോമിനേഷൻ കൊടുക്കാൻ വന്നിട്ട് കൂടിയില്ല, ഇത്രയും നേരവും പാർട്ടിക്കാരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു, പ്രഭാവതിയെ കാണാത്തത് കൊണ്ട് അവരെല്ലാവരും മടങ്ങിപ്പോയി, അതുമാത്രമല്ല ഇനിയിപ്പോൾ നോമിനേഷൻ കൊടുക്കേണ്ട സമയവും കഴിഞ്ഞു,
നാളെ നോമിനേഷൻ കൊടുക്കാൻ പറ്റില്ല, നാളെ അവധിയല്ലേ, ഇനിയിപ്പോൾ മറ്റന്നാളെ നോമിനേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അതെന്താ പ്രഭാവതി വരാണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പം അതൊന്നും അറിയില്ല. ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് പ്രഭാവതിയുടെ ഫോൺ സ്വിച്ച് ഓഫാണ്, പ്രഭാവതി വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടെന്നാണ് അറിയാൻ കഴിഞ്ഞ്. ഇനിയിപ്പോൾ പ്രഭാവതിനെ ആരെങ്കിലും ആപത്തിപ്പെടുത്തിയതായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല മേഡം, എന്തായാലും ഇന്നിപ്പോൾ PDF പ്രവർത്തകരെല്ലാം അവിടെ അനുശോചന മീറ്റിങ്ങിലുണ്ടല്ലോ, ബലരാമൻ്റെ ഓർമ്മ ദിവസമല്ലേ, അതുകൊണ്ട് അവരൊന്നും ഇതിൽ ഇൻവോൾവഡ് ആണെന്ന് തോന്നണില്ല മേഡം എന്ന് പറയുമ്പം അരുന്ധതിക്ക് വേഗം തന്നെ നമ്മളുടെ ത്യാഗരാജൻ്റെ കാര്യം ഓർമ്മ വരുന്നുണ്ട്. ത്യാഗരാജൻ പലതും പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ കാര്യം ഓർമ്മ വന്നിട്ട് വേഗം തന്നെ അരുന്ധതി CP ഫോൺ വെച്ച് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് വേഗം തന്നെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്തിട്ട് ഉടനെ തന്നെ ത്യാഗരാജൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് ത്യാഗരാജൻ ഫോൺ ബെല്ലടിക്കുന്നുണ്ടെങ്കിലും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല, വേഗം തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ട്. ഈ സമയം അരുന്ധതി പറയുന്നുണ്ട്, ഈ ത്യാഗരാജൻ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത, വീണ്ടും വീണ്ടും വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് പറയണേ. ഇവൻ എന്തോ ഒരു അക്രമം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പല പ്രാവശ്യം ത്യാഗരാജനോട് പറഞ്ഞതാ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, അത് പ്രഭാവതിക്ക് അനുകൂലമായി വരുമെന്ന്. ഇനിയിപ്പോൾ ത്യാഗരാജൻ്റെ കെയർ ഓഫിലെങ്ങാനും ആരെങ്കിലും പ്രഭാവതിയെ തട്ടിക്കൊണ്ട് പോയതായിരിക്കും, അതൊക്കെ ഇങ്ങനെ അരുന്ധതി സംശയിക്കുന്നുണ്ട്. പിന്നീട് CP വിളിക്കുന്നുണ്ട് അരുന്ധതി. CP ഫോണിൽ എന്താ മേഡം വയ്ക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ത്യാഗരാജനെ ചെന്ന് കാണണം, എന്നിട്ട് ത്യാഗരാജനെ കൈയോടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറയുന്നത്. ആ സമയത്ത് CP പറയുന്നുണ്ട്, ത്യാഗരാജന് ഇപ്പോൾ ത്യാഗരാജൻ്റെ അളിയൻ്റെ ഓർമ്മ ദിവസമായിട്ട് അവിടെ ഫംഗ്ഷനിലായിരിക്കുമല്ലോ മേഡം, ഇപ്പം അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയണ്ട CP, എത്രയും പെട്ടെന്ന് CP പോയി ത്യാഗരാജനെ വിളിച്ചുകൊണ്ട് വരണമെന്ന്. ഇതേ സമയം നമ്മളുടെ നന്ദു ആണെങ്കിൽ വീട്ടിൽ ചെല്ലുന്നുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ വീടിൻ്റെ ഡോറ് പൂട്ടിയിട്ടേക്കുന്ന അവസ്ഥയിലാണ്. പ്രഭാവതി അവിടെ ഇല്ല. ഇത് കണ്ടതും നന്ദുവിനാണെങ്കിൽ ആകെ ടെൻഷനും വെപ്രാളമാവുന്നുണ്ട്. നന്ദു വേഗം തന്നെ രജനീനെ വിളിക്കുന്നുണ്ട്. രജനി ഫോൺ എടുത്തതും എന്തായി നന്ദു, അമ്മ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല ചേച്ചി, അമ്മ ഇവിടെയൊന്നും ഇല്ല, വീട് പൂട്ടിയിട്ടേക്കാം. ആ സമയത്ത് ഗിരീഷിൻ്റെ അടുത്തേക്ക് വന്നിട്ട് രജനിയോട് ചോദിക്കുന്നുണ്ട്, ആരാ രജനി എന്ന് ചോദിക്കുമ്പോൾ നന്ദന ഫോൺ തന്നേന്നും പറഞ്ഞ് ഗിരീഷൻ ഫോൺ വാങ്ങിയിട്ട് നന്ദനോട് ചോദിക്കുന്നുണ്ട്, എന്തായി നന്ദ, മേഡം വീട്ടിലില്ലേന്ന് ചോദിക്കുമ്പം ഇല്ല ഗിരീഷ് ഏട്ടാ, അമ്മ ഇവിടെ വീട്ടിലില്ല, വീട് പൂട്ടിയിട്ടേക്കാം, ഇനിയിപ്പോൾ അമ്മ എവിടെ പോയിരിക്കുമോ, എനിക്കൊന്നും അറിയില്ല ഗിരീഷ് ഏട്ടാ എന്ന് പറയുമ്പം ഗിരീഷ് പറയുന്നുണ്ട്, നന്ദൻ എന്തായാലും ടെൻഷൻ ആകാതിരിക്കുക, നമുക്ക് മേഡത്തെക്കുറിച്ച് അന്വേഷിക്കാം, ഇനിയിപ്പോൾ VDFൻ്റെ ആരെങ്കിലും മേഡത്തെ അപായപ്പെടുത്താൻ നോക്കിയതാണോ എന്ന് ചോദിക്കണം. ആ സമയത്ത് നന്ദനാണെങ്കിൽ ആകെ വിഷമമാവുന്നുണ്ട്. കാരണം പ്രഭാവതി നന്ദനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്ദൻ ഓർക്കുന്നുണ്ട്. ദേവിക ഒരിക്കലും മത്സരിക്കാൻ പാടില്ല, ദേവിക മത്സരിച്ച് ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ചന്ദ്രോത്തിൻ്റെ പരാജയമായിരിക്കും, ആ അരുന്ധതിയെ നിങ്ങൾ വിശ്വസിക്കരുത്, അവളെ അകറ്റി നിർത്തണം, നമ്മളുടെ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ടാണ് അരുന്ധതി വന്നേക്കണേന്നൊക്കെ ഈ പ്രഭാവതി പറഞ്ഞതൊക്കെ നന്ദനും ഓർമ്മ വരുന്നുണ്ട്. ആ സമയം നന്ദൻ ചിന്തിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അമ്മ പറഞ്ഞതെല്ലാം സത്യമായിരിക്കുമോ, ദേവിക മത്സരിക്കാണ്ടിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ, ഇനി അമ്മയെ എവിടെ പോയി അന്വേഷിക്കുമെന്നൊക്കെ ഇങ്ങനെ ഓർത്ത് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ സിദ്ധാർത്ഥൻ നന്ദൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. നന്ദൻ ഫോൺ എടുത്തതും എന്താ അച്ഛാന്ന് ചോദിക്കുമ്പോൾ നീ പ്രഭയെ കാണാൻ പോയിട്ട് പ്രഭയെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ, അമ്മ ഇവിടെ എങ്ങും ഇല്ല, വീട് പൂട്ടിക്കിടക്കുക, അമ്മ എവിടെ പോയിന്ന് അറിയില്ല. ആ സമയത്ത് സിദ്ധാർത്ഥനും ഭയങ്കര ടെൻഷനാവുന്നുണ്ട്. എന്നിട്ട് സിദ്ധാർത്ഥൻ അവിടെ ചെന്നിട്ട് മന്ത്രിയോടും അതുപോലെ ചന്ദ്രമതിയോടും പറയുന്നുണ്ട്, പ്രഭ നോമിനേഷൻ കൊടുക്കാനായിട്ട് പോയിട്ടില്ല എന്ന്. ആ സമയം ചന്ദ്രമതി പറയുന്നുണ്ട്, അതേതായാലും നന്നായി സിദ്ധു, പ്രഭയ്ക്ക് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ, ഇനിയിപ്പോൾ ദേവികയ്ക്കെതിരായിട്ട് മത്സരിക്കേണ്ടെന്ന് തോന്നിക്കാണുമെന്ന് പറയുമ്പം അതൊന്നുമല്ല, ഇതിൽ വേറെ എന്തോ ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട്, പ്രഭ വീട്ടിലില്ല, ഫോൺ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ്, പ്രഭ രാവിലെ എന്നോട് പറഞ്ഞത് ഇപ്പം തന്നെ നോമിനേഷൻ കൊടുക്കാനായിട്ട് പോകുന്നു തന്നെയാണ്, പ്രഭ പോണതിന് മുമ്പാണ് ഞാനും കൂടി പോകുന്നത്, ഞാൻ പോകുന്നതിൻ്റെ തൊട്ട് പുറകെ തന്നെ പ്രഭ പോകുന്ന എന്നോട് പറഞ്ഞിരുന്നത്, അപ്പോഴും നോമിനേഷൻ കൊടുക്കുന്നില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല, രാവിലെ ഞാൻ ചോദിച്ചതാ നോമിനേഷൻ കൊടുക്കുന്നുണ്ടോ കൊടുക്കാതിരിക്കാൻ പാടില്ലേന്ന്, അപ്പോഴും പ്രഭ നോമിനേഷൻ കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഉറച്ച് തന്നെ നിൽക്കായിരുന്നു, ഇനിയിപ്പോൾ ഇതിലെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോയെന്ന് എനിക്കിപ്പോൾ പേടിയെന്ന് പറയുന്നു. അത് കേട്ടതും ദേവികയാണെങ്കിൽ അച്ഛ അമ്മേനെ ആരെങ്കിലും അപായപ്പെടുത്തി കാണും അച്ഛാന്ന് വയ്ക്കുമ്പോൾ മോള് സമാധാനമായിട്ടിരിക്കുക, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആ സമയം ദേവികയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ദേവികയോടത്ത് പല പ്രാവശ്യം പ്രഭാവതി പറഞ്ഞതാണല്ലോ പിന്മാറാൻ. എന്നിട്ട് ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, ആൻറ്റി അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പ്രഭ ചിലപ്പോൾ നോമിനേഷൻ കൊടുക്കണ്ടെന്ന് തീരുമാനിച്ച് കാണും, അതായിരിക്കും നോമിനേഷൻ കൊടുക്കാൻ വരാതിരുന്നതെന്ന്. അന്നേരം ദേവിക പറയുന്നുണ്ട്, ഇല്ല ആൻറ്റി, അമ്മ ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല, അമ്മയ്ക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കണമെന്നും ജയിക്കണമെന്നും ഭയങ്കര വാശിയായിരുന്നു, അതുകൊണ്ട് തന്നെ അമ്മ സ്വയം വരാതിരിക്കില്ല, ഇനിയിപ്പോൾ ആരെങ്കിലും അമ്മയെ തടവിലാക്കിയേക്കണമെന്ന് അറിയില്ലല്ലോ. ആ സമയത്ത് ചന്ദ്രമതിയുടെ മനസ്സിലേക്ക് വേഗം വരുന്ന രൂപം നമ്മളുടെ ത്യാഗരാജൻ്റെയാണ്. ഇതിനു മുമ്പ് ത്യാഗരാജൻ ചന്ദ്രോത്തുകാരോട് ഒരുപാട് ദ്രോഹങ്ങൾ
സങ്കല്പങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാവിലെ ത്യാഗരാജൻ പറഞ്ഞ കാര്യങ്ങളും ഈ ചന്ദ്രമതി ഓർക്കുന്നുണ്ട്. പ്രഭാവതി നോമിനേഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ത്യാഗരാജൻ പറഞ്ഞത് ഓർത്തതും ചന്ദ്രമതിയുടെ മനസ്സിൽ പല സംശയങ്ങളും വരുന്നുണ്ട്. അങ്ങനെ പലവിധ സംശയങ്ങളോടുകൂടി ചന്ദ്രമതി ത്യാഗരാജൻ്റെ നേരെ നോക്കുന്നുണ്ട്. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.